മലയാള സിനിമയെ വലിയ തോതിൽ ഒരു യങ്ങർ ജനറേഷൻ, പുതിയ ന്യൂ ജെൻ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ അവർ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ അല്ലെങ്കിൽ ആസൂത്രിതമായ രീതിയിൽ ചില ആളുകൾ, എല്ലാവരും ഒന്നല്ല, നല്ല ചില ആളുകൾ വേറെയുണ്ട്, ചില ആളുകൾ ആസൂത്രിതമായിട്ട് അവരുടെ അജണ്ട നടപ്പാക്കാൻ തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനവർക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ സെറ്റ് ആൾക്കാരുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒക്കെ വലിയ സെറ്റ് ആൾക്കാരുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ഫിലിം വന്നാൽ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ സിനിമ വന്നാൽ ഡീഗ്രേഡ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ആളുകളുണ്ട്, വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഇന്നലെയോ ഇന്നോ മറ്റോ നടത്തിയ വിധു വിൻസെന്റിന്റെ ഒരു പ്രസ്താവന ഉണ്ടല്ലോ. ആ വിധു വിൻസെന്റിന്റെ പ്രസ്താവന നമ്മൾ കണ്ടു. അതായത് മാളികപ്പുറം എന്ന സിനിമയ്ക്ക് കിട്ടിയ ആ അംഗീകാരവും അതിന് കിട്ടിയ വിജയവും അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരം സിനിമ ഇവരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അത് അപകടകരമാണ് എന്ന് തോന്നുന്നത്? എന്നാൽ മാളികപ്പുറത്തിന്റെ സിനിമ അപകടകരമാവുകയും അല്ലെങ്കിൽ അതിന്റെ വിജയം അപകടകരമാവുന്നു എന്ന് പറയുന്നവര് ഒപ്പം തന്നെ മറ്റ് സിനിമകളെ, ജനഗണമന പോലുള്ള ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ നമ്മൾ കണ്ടു. ആ കാണുന്ന സമയത്ത് എന്താ, അയ്യപ്പ ഭക്തരായിട്ടുള്ള ആ കുടുംബത്തിലെ അംഗങ്ങൾ ഒരു പെൺകുട്ടിയെ ഹരാസ് ചെയ്യുന്നു, വിശ്വാസത്തിന്റെ പേരിൽ ഹരാസ് ചെയ്യുന്ന അനുഭവമാണ്. ഏത് വീട്ടിലാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒടുവിൽ ആ ആളുകളുടെ മേലെ അല്ലെങ്കിൽ ഭർത്താവിന്റെ മേലെ ചാണകവെള്ളം കോരി ഒഴിച്ചിട്ട് നടന്നു പോകുന്ന ആ പെൺകുട്ടിയെ നമുക്ക് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ, വിശ്വാസികളായ ഒരു സമൂഹത്തെ, അയ്യപ്പ ഭക്തരായിട്ടുള്ള ഒരു സമൂഹത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിലൊരു സിനിമ ഉണ്ടായില്ലേ? അപ്പോൾ ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഈ ഒരു സ്ഥിതിവിശേഷം അത് ഏത് അജണ്ടയ്ക്ക് അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ്, ഏത് മാനസിക തലത്തിൽ രൂപപ്പെടുന്നതാണ് എന്ന് പരിശോധിക്കേണ്ടതല്ലേ? അപ്പോൾ ഇത്തരം ആളുകൾ അവരുടെ സ്കൂൾ ഓഫ് തോട്ട് എവിടെ നിന്നാണ്? ഇപ്പൊ നമുക്കറിയാം, വിധു വിൻസെന്റ് എന്ന് പറയുന്ന സംവിധായക, ജേർണലിസ്റ്റ്, അവർ മീഡിയ വണ്ണുമായിട്ടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അവർ ഒരു കാലത്ത് ഏഷ്യാനെറ്റിലെ ജേർണലിസ്റ്റ് ആയിരുന്നു. പിന്നീട് മീഡിയ വണ്ണിന് വേണ്ടിയാണ് അവരുടെ ടെലിവിഷൻ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കുന്നത്. അവരുടെ പുസ്തകം ദൈവം ഒളിവിലാണ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ചിന്താ പബ്ലിക്കേഷനാണ്. അപ്പൊ ഈ സ്കൂൾ ഓഫ് തോട്ടിന്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ് അവർ പറയുന്നത് മാളികപ്പുറം സിനിമ കൊണ്ടാടപ്പെടേണ്ടതല്ല എന്ന്. ഈ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നുകൊണ്ടാണ് ഹർഷാദിനെ പോലുള്ള ആളുകൾ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആസൂത്രിതമായി കേരളത്തിൽ ഒരു മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഹിന്ദു വിരുദ്ധ മനോഭാവത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൽ അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഞങ്ങൾ സംഘികൾക്കെതിരാണ്, ഞങ്ങൾ മോദിക്കെതിരാണ്, ഞങ്ങൾ സംഘപരിവാർ ഫാസിസത്തിനെതിരാണ് എന്നാണ്. എന്നാൽ ഈ സിനിമയൊന്നും സംഘപരിവാർ ഫാസിസവുമായി ബന്ധപ്പെട്ടതല്ല. മാളികപ്പുറം സംഘപരിവാർ ഫാസിസത്തിന്റെ ആശയമാണോ പ്രചരിപ്പിക്കുന്നത്? അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള ഒട്ടനവധി സിനിമകൾ സംഘപരിവാർ ഫാസിസമാണോ ഉൾക്കൊള്ളുന്നത്? പക്ഷേ വളരെ മോഹൻലാലിന്റെ അഭിനയിക്കുന്ന സിനിമ ഏതെങ്കിലും സംഘപരിവാർ ഫാസിസത്തിന്റെ ആശയമാണോ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്? അല്ല. പക്ഷേ മോഹൻലാൽ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതേപോലുള്ള സിനിമാ നായകന്മാർ ആക്രമിക്കപ്പെടുന്നതിന്റെ പിന്നിൽ ഈ തരത്തിലുള്ള ഒരു അജണ്ടയുണ്ട്, ആശയ തലമുണ്ട്, സ്കൂൾ ഓഫ് തോട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രചരണങ്ങൾ നടക്കുന്നത്. എനിക്ക് അവസാനമായി കൃഷ്ണരാജ് പറയാനുള്ളത്, CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ ബ്രിട്ടാസ് ഇടപെട്ടു എന്നുള്ളത്. ഇതിവിടെ പറയാൻ കാരണം, ഇത്തരം CPM എന്ന് പറയുന്ന പ്രസ്ഥാനം, CPIM എന്നുള്ള പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഫ്രോഡാണോ എന്ന് സംശയം ഉണ്ടാകുന്ന തരത്തിലാണ് ഇടപെടൽ. അത് രാജേഷ് കൃഷ്ണയുടെ രൂപത്തിലാകാം, ശ്യാംജിത്തിന്റെ രൂപത്തിലാകാം.